ഇടുക്കി പരുന്തുംപാറയിൽ കൈവശം വച്ചിരിക്കുന്ന ഭൂമിയുടെ രേഖകൾ ഹാജരാക്കാൻ റവന്യൂ വകുപ്പ് 1000-ലധികം പേർക്ക് നോട്ടീസ് നൽകിയെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറയുന്നു. കയ്യേറ്റം സംബന്ധിച്ച അന്വേഷണത്തിന്റെ ആദ്യഘട്ടം മെയ് 5-ന് പൂർത്തിയാക്കും. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫ് പരുന്തുംപാറയിൽ ബഹുനില കെട്ടിടം നിർമ്മിച്ചത് പട്ടയ വ്യവസ്ഥകൾ ലംഘിച്ചാണെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്ക്. മഞ്ചുമല, പീരുമേട് എന്നീ വില്ലേജുകളിലെ 2 സർവേ നമ്പറിൽ സ്ഥലം കൈവശം വെച്ചിരിക്കുന്ന 1000-ലധികം പേർക്കാണ് ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ നോട്ടീസ് നൽകിയത്. പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ 534-ലെ ഭൂമിക്ക് നൽകിയ പട്ടയം ഉപയോഗിച്ചാണ് മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ 441-ലെ സർക്കാർ ഭൂമി കയ്യേറിയതെന്നാണ് റവന്യൂ വകുപ്പിന്റെ പ്രാഥമിക കണ്ടെത്തൽ. റവന്യൂ രേഖകളും കൈവശക്കാർ ഹാജരാക്കുന്ന രേഖകളും 15 ദിവസത്തിനുള്ളിൽ പരിശോധിച്ച് നടപടിയെടുക്കും. സ്ക്രൂട്ടിനി തുടങ്ങുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെയാണ് എൻക്രോച്ച്മെൻറ്റ് കേസസ് ഓർ ഫാബ്രിക്കേറ്റഡ് കേസസ് ഉണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് KLC നടപടികൾ തുടങ്ങും. പക്ഷേ അവർ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ നിന്ന് ഇഷ്യൂ ചെയ്ത സാധനം തന്നെയാണ് ഉറപ്പുണ്ടെങ്കിൽ അത് അവർക്ക് അങ്ങനെ തന്നെ പ്രോപ്പറായിട്ട് അവർക്ക് നിർത്തി കൊണ്ടുപോകാം. മറ്റൊരു സർവേ നമ്പറിൽ കിട്ടിയ പട്ടയം ഉപയോഗിച്ച് പരുന്തുംപാറയിൽ ഭൂമി കൈവശം വെച്ചിരിക്കുന്നതായി ഡിജിറ്റൽ സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്ക് യഥാർത്ഥത്തിൽ പട്ടയം കിട്ടിയ സ്ഥലം കണ്ടെത്താനുള്ള സർവേ വിഭാഗത്തിന്റെ പരിശോധനയും പുരോഗമിക്കുകയാണ്. പീരുമേട് താലൂക്കിലെ 5 സർവേ നമ്പറുകളിൽ നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ള കെട്ടിട നിർമ്മാണ നിരോധനാജ്ഞ മെയ് 5-നാണ് അവസാനിക്കുക. ഇതിനുള്ളിൽ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയാക്കും. കയ്യേറ്റം എന്ന് തെളിഞ്ഞാൽ ഭൂസംരക്ഷണ നിയമപ്രകാരം കേസെടുക്കും. പരുന്തുംപാറയിൽ അനധികൃതമായി റിസോർട്ട് നിർമ്മിച്ച സജിത്ത് ജോസഫിന് കിട്ടിയെന്നവകാശപ്പെടുന്ന പട്ടയം കൃഷിക്കും വീട് നിർമ്മിക്കാനും മാത്രമുള്ളതാണ്. ഇവിടെയാണ് 5 ബഹുനില വാണിജ്യ കെട്ടിടം പണിതിരിക്കുന്നത്. രാഹുൽ വിജയൻ, 24 ഇടുക്കി.